ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നാട്ടിലെത്തിയതും ഭയങ്കര മടി പിടിച്ചിരിക്കുകയായിരുന്നു. വീട്ടിലിരുന്ന് ഉമ്മ ഉണ്ടാക്കി തരുന്ന ഫുഡും ഒക്കെ കഴിച്ച് അങ്ങ് സുഖിച്ചിരിക്കലായിരുന്നു മെയിൻ പരിപാടി. അപ്പോൾ ഇതേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ പിന്നെ വ്ലോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് തന്നെ. അപ്പം നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ വീട്ടിലെ വണ്ടിയൊക്കെ ഫുൾ ബിസിയാണ്. അതായത് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വണ്ടി കൊണ്ടുപോയതുകൊണ്ട് നമുക്ക് വണ്ടി ഇല്ലായിരുന്നു. സോ ഞങ്ങൾ ഓട്ടോ വിളിച്ചാണ് ഇന്ന് പോകുന്നത്. ഇന്ന് പിന്നെ ഞങ്ങൾ ഗേൾസ് ഓൺലി ട്രിപ്പാണ് കേട്ടോ. ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഗേൾസ് ഓൺലി ഔട്ടിംഗ് ആണ്. ഇന്നത്തെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കുവിൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേ പോകുന്നതിനിടയിൽ ഭയങ്കര ബ്ലോക്കാണ്. കുറേ കാലത്തിന് ശേഷം നമ്മളെ നാട്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പം അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് പോക്സിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. എങ്ങനെ വന്നാലും നാട്ടിലെത്തിയാൽ ഇവിടുന്ന് ഒരു ഹെയർ കട്ട് മൽക്കക്ക് പതിവാണ്. അപ്പോൾ ഇതേ മൽക്കക്കാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. ഹെയർ വാഷ് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും ഇങ്ങനെ ഹെയർ ഡ്രൈ ചെയ്യുന്നതും ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഇതിനിടയിൽ ഇതേ നമ്മുടെ വാവ ഓരോ എക്സ്പ്രഷൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആൾ കുറച്ച് ഹാപ്പി ആണെങ്കിൽ കുറച്ച് അലമ്പാണ്. ആ ഒരു രീതിയിൽ ഉമ്മാൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഉമ്മാൻ്റെ അടുത്തൊന്നും വല്ലാണ്ട് ഇരിക്കുന്നില്ലായിരുന്നു. ഓടിച്ചാടി ഞങ്ങളുടെ അടുത്തേക്ക് വരണമായിരുന്നു. പിന്നെ ഇതേ മൽക്കയുടെ ഹെയർ കട്ടിങ്ങിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. മൽക്കയുടെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവൾക്ക് അത്രയും ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ ഹെയർ കട്ടിങ്. പിന്നെ നാട്ടിലെത്തിയതിൻ്റെ ഒരു ചെറിയൊരു ക്ലൈമറ്റ് ചേഞ്ച് ആയതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അവൾക്ക് ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പം ദേ ഫൈനൽ ലുക്ക് ദേ ഇങ്ങനെയാണ്. പക്ഷേ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഇവരുടെ എപ്പോഴത്തെ ഒരു സർവീസിൻ്റെ 3 ടൈം എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി. മൽക്കയുടെ ഹെയർ എനിക്ക് അങ്ങനെ അങ്ങ് വല്ലാണ്ട് അങ്ങ് തൃപ്തിയായില്ല എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൽക്കയുടെ ഫൈനൽ ലുക്ക്. മുടി വെട്ടി എന്താണ് പറയുക, തലയിൽ കുളിച്ച കോഴീനെ പോലെ ഉണ്ട്. എന്തോ ഒരു ഡയലോഗ് അറിയും, നനഞ്ഞ കോഴി. ഇതേ എൻ്റെ മൽക്കദേഹം മുടി വെട്ടിയിട്ട് നനഞ്ഞ കോഴീനെ പോലെ ഉണ്ട്. മഴയൊക്കെ കൊണ്ടിട്ട് ഇവിടെ ദേ മിരിക്ക് മഴ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ പോസ്റ്റാണ്, മഴയത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ്. എന്നാലും മൽക്കൻ്റെ മുടി വെട്ടിയത് ഒന്നും ലൈക്കായില്ല എനിക്ക്. അതൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി എന്തായാലും ഇപ്പം നെക്സ്റ്റ് പ്ലാൻ എന്താ? അതെന്തിനാ? അങ്ങനെ കുറച്ച് ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇനി എങ്ങോട്ടൊന്നുമില്ലാത്തൊരു യാത്രയിലേക്കാണ് പോകുന്നത്. പക്ഷെ ദേ അവിടെ നല്ലൊരു മഴയും നല്ലൊരു തണുത്തൊക്കെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം നല്ല രസമായിരുന്നു ഇങ്ങനെ മഴയൊക്കെ കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതേ പോക്സിയിൽ കുറച്ച് നേരം മഴയൊക്കെ കൊണ്ട് നിന്ന് അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇറങ്ങിയതും എൻ്റെ മൽക്കതേ മഴ കണ്ടതും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഴ കാണുന്നതും മഴ നനയുന്നതും ഈ ചളിവെള്ളത്തിലും എല്ലാത്തിലും കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ കിട്ടിയ ചാൻസൊക്കെ അങ്ങ് മുതലെടുത്തു. അതിനുശേഷം പിന്നെ നമുക്ക് എല്ലാവർക്കും ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങിയപ്പം നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു കഫേ പോലെ. അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ആദ്യം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മൽക്കൊക്കെ വയറ്റിൽ എന്തെങ്കിലും എത്തണം എങ്കിലേ കുറച്ചുകൂടി ഓണാവുള്ളൂ. എല്ലാവരും കുറച്ച് ടയേർഡായി. അപ്പോൾ എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇതേ നല്ല മഴയായിരുന്നു പുറത്ത്. അപ്പം ഞങ്ങൾ ഇതേ മിരിക്ക് പാത്തുമ്മയാക്കി അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നടന്നിട്ടായിരുന്നു ഓരോ പ്ലേസിലും പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളിതേ നേരൊരു ഷോപ്പിലെത്തി ഉമ്മാക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതേ നമ്മുടെ മൽക്ക ഭയങ്കര വാശിയിലായിരുന്നു. ഞാൻ മിറുക്കിനെടുത്തതിൻ്റെ പരാതിയാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മിറുക്കിനെടുത്ത പോലെ അവളെയും എടുക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വാശിയിലായിരുന്നു അവൾ. പിന്നീട് ഇതേ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്ന തിരക്കിലായിരുന്നു. അല്ല അതിന് പോകുമ്പോൾ കൊണ്ടുപോയിക്കോ? എന്താ
മലഹ ബാഹുബലി 3ക്ക് നീയാണോ കാസ്റ്റിംഗ്? തീരെ കുശുമ്പില്ല. ഓക്കെ. എൻ്റെ മോൾക്കിപ്പം ഞാൻ മിറിക്കിനെടുക്കുന്നതും ഒന്നും അത്രയ്ക്കങ്ങ് ദഹിക്കില്ല. അപ്പം തുടങ്ങും ഒരു കുശുമ്പും വാശിയൊക്കെ. അവളെയും ഞാൻ എടുക്കണം. മിറിക്കിന് എന്ത് ചെയ്യുന്നു അതുപോലൊക്കെ അവളെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ആ ഒരു രീതിയിലാണ് ഇപ്പം മൽക്കയുടെ കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ അവിടുന്ന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചതേ നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ദേ നമ്മുടെ മിറിക്ക് വൻ ഓണാണ്. അവനവിടെ ഫുൾ ഓണായിട്ട് നല്ല കളിച്ചുകൊണ്ടിരിക്കുന്നൊരു മൂടായിരുന്നു. പ്രൈസ് അടിച്ച് എനിക്കായിരുന്നു കേട്ടാ. ഓ മൽക്കിൻ്റെ പേരാ. ശരിയാണ്. അങ്ങനെ നമ്മളിതേ ഉമ്മാൻ്റെ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞത് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ചെറിയൊരു മഴ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ മിറിക്കിനെ എങ്ങനെയാണ് ചെയ്യുന്നത് പ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു മഴയായിരുന്നു. അപ്പം നമ്മളിതേ നെക്സ്റ്റ് വേറെ കുറച്ച് പർച്ചേസിങ് കൂടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നടത്തത്തിലാണുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതേ പരപ്പനങ്ങാടി പർപ്പിളിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പർപ്പിൾ വന്നതിന് ശേഷം പോകുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് കയറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കി ഞാൻ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടു കുറച്ച് ഐറ്റംസൊക്കെ അങ്ങ് വാങ്ങിച്ചു. അപ്പോഴേക്കും ടൈം അത്യാവശ്യത്തിൽ അധികമായിട്ടുണ്ടായിരുന്നു. രാത്രി ആവാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഓട്ടോ വിളിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ഇതേ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഈവനിങ് ഡേ ഔട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. ബായ്.